നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഈ വാരക്കാലത്ത് ചിങ്ങൻ രാശിയിൽ കേതുവുണ്ട്. 7ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 9ാം ഭാവത്തിൽ ശുക്രൻ, 10ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 11ാം ഭാവത്തിൽ വ്യാഴം, 12ൽ ചന്ദ്രനും ചൊവ്വയും. എന്താണ് ചിങ്ങൻ രാശി? മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ധർമ്മദൈവ സങ്കേതത്തിൽ പ്രീതി ചെയ്യണം. ചിങ്ങൻ രാശിക്കാരുടെ 4ാം ഇടം ധർമ്മദൈവം, 9ാം ഭാവം തൻ്റെ പൈതൃകം. ഇത് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചൊവ്വ വളരെ ദുർബലമായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു, ബാധാസ്ഥാനത്താണ്. ചിങ്ങം സ്ഥിരരാശിക്ക് 9ാം ഭാവം ബാധാസ്ഥാനമാണ്. അതിനാൽ പൂർവോപാസിത ദേവകോപം അശുഭം, പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ദൈവ ചൈതന്യത്തിൻ്റെ അശുഭമുണ്ടാകും, പിതാവിന് ബുദ്ധിമുട്ടുണ്ടാകും. ചിങ്ങൻ രാശിക്കാർ മാതൃവിധേയന്മാരാണ്, അമ്മയോട് കൂടുതൽ കൂറ് പുലർത്തുന്നവരാണ്. പക്ഷെ അവിടെയും മാതൃകാരകനായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സ്വസ്ഥത ഗാർഹികമായ അന്തരീക്ഷത്തിൽ നശിക്കുന്ന ഒരു അവസരമാണ് ചിങ്ങൻ രാശിക്കാർക്ക് വരുന്നത്. ശ്രദ്ധിക്കണം, സ്വർണം ശ്രദ്ധിക്കണം, ധനനഷ്ടങ്ങൾ ഉണ്ടാവുക, അമ്മയുടെ കോപം ഉണ്ടാവുക. ഒരുപക്ഷെ അമ്മാവന്മാരൊക്കെ പൂർവികമായ സ്വത്ത് തനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഈ ഒരു വാരത്തിലൊക്കെ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ചൊവ്വ മാറുന്നത് വരെ, ജൂൺ 6 വരെ എന്തെങ്കിലും മാനസികമായ അവസ്ഥ വന്ന് അമ്മാവന്മാരൊക്കെ തനിക്കെതിരെ തിരിഞ്ഞ് തൻ്റെ ഭൂമി തനിക്ക് തരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്നും താൻ സ്വമേധയെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. ഇന്ന് ലഗ്നത്തിൽ കേതുവാണ് ചിങ്ങൻ രാശിക്കാർക്ക്. തനുസ്തശിഖി ബാന്ധവേ ക്ലേശകർത്ത, ബന്ധുക്കളുമായി ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തഥാ ദുർജനഭ്യോ ഭയം വ്യാകുലത്വം, ദുർജനങ്ങളിൽ നിന്നും ഭയമുണ്ടാകും, വ്യാകുലതകൾ ഉണ്ടാകും. കളത്രാദി ചിന്ത, ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ വലിയ ചിന്തകൾ വരും. കാരണം ഇവിടെ ഭാര്യാവതിയായ 7ാം ഭാവത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത് അഷ്ടമത്തിലാണ്, അങ്ങേയറ്റം ദുർബലമായി. അതിനാൽ ഭാര്യാചിന്തകളൊക്കെ വരും. സദോദ്വേഗതാച, എപ്പോഴും ഉദ്വേഗമായിരിക്കും ഉണ്ടാവുക. ഈ മാനസികമായ ഉദ്വേഗം കൂടുമ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകാതെ നോക്കണം ചിങ്ങം രാശിക്കാർ. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢതക്കായി ഐക്യമത്യ അർച്ചന ചെയ്യണം. കാരണം ശനി 2.5 വർഷമാണ് ഈ രാശിയിലേക്കുള്ളത്. രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത് രണ്ടും ദാമ്പത്യ വിഷയത്തിന് ബുദ്ധിമുട്ടാണ്. പുത്തൻ വിവാഹത്തിന് വളരെ അനുകൂലമാണ്. കേജിത് രാഹോഹോ ജഗുഹു, രാഹുവിൻ്റെ ദശയും അപഹാരവും പലപ്പോഴും വിവാഹത്തിന് വളരെ അനുകൂലമാണ്. അതിനാൽ വിവാഹപരമായ കാര്യങ്ങൾക്കൊക്കെ നന്നായി നോക്കുക. ഇവിടെ ശുക്രനും 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വന്നു. ധനപരമായ വിഷയങ്ങളിലൊക്കെ തനിക്ക് പലപ്പോഴും കൂടുതൽ ഭാഗ്യം വരാം, ലോട്ടറി ലക്ക് വരാം, പലപ്പോഴും ആകസ്മികമായ ധനലാഭമുണ്ടാകാം ചിങ്ങൻ രാശിക്കാർ. ആ ധനലാഭം കാരണം 9ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ അങ്ങനെയാണ്. കുസീതേന ഏ വൃദ്ധിരസ്മൈ ദധീരൻ, പലിശ കൊണ്ടോ
മറ്റ് സാമ്പത്തികമായ ചൂതാട്ടം കൊണ്ടോ തനിക്ക് ധനമുണ്ടാകും. അതിനാൽ ഗാംബ്ലിംഗ് കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിൽ പ്രവേശിക്കുന്നവർക്കൊക്കെ മെഡിക്കലുമായി ബന്ധപ്പെടുന്ന ഔഷധങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വാരം തങ്ങളുടെ ധനത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കാം. ധർമ്മദൈവപ്രീതി ഞാൻ പറഞ്ഞു നിർബന്ധമാണ്. സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹന സംബന്ധമായ അപകടങ്ങളും വളരെ ജാഗ്രത പാലിക്കണം. അധോമുഖ രാശിയാണ്. 11ൽ വ്യാഴമുണ്ട്. സന്താന സംബന്ധ വിഷയത്തിലേക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വാരം അതിനുള്ള ശ്രമം നടത്തണം. ശുക്രനും 9ാം ഭാവത്തിലായി. പുതിയ പല സൗഹൃദങ്ങളും വരും. ആ ശുക്രൻ അത്രത്തോളം ഒരു വ്യക്തിയെ സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.